ഇത് തുടങ്ങുന്നത് നമ്മുടെ നാട്ടിലെ പഴഞ്ചൊല്ലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യത്യസ്ത മേൽകീഴ് ബന്ധങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആശയങ്ങളെ കുറിച്ചാണ്. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഞാനും ചിലപ്പോൾ പറയാറുള്ളതാണ്. ചില അഭിമുഖത്തിനൊക്കെ നമ്മൾ TV അഭിമുഖത്തിന് പോകുമ്പം അവരിതുമായിട്ട് വരും, ഈ മുഖമൊക്കെ ചെയ്യാം. അപ്പം ഞാൻ പറയാം, അങ്ങനെ ചെയ്ത് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, കാക്ക കുളിച്ചാൽ കൊക്കാവോ, നിങ്ങൾ എൻ്റെ മുഖത്ത് പണിയൊന്നും എടുത്ത് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നിറത്തെ സംബന്ധിച്ച കൃത്യമായും സവർണാധിപത്യത്തിൽ അധിഷ്ഠിതമായ വർണ്ണവിവേചന കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ഫ്യൂഡൽ കാലഘട്ടം ഉൽപ്പാദിപ്പിച്ച ഒരു പഴഞ്ചൊല്ലാണ്. അങ്ങനെയുള്ള ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. ആ പഴഞ്ചൊല്ലുകളിലെല്ലാം ആ പഴഞ്ചൊല്ലുകൾ രൂപപ്പെട്ട കാലഘട്ടത്തിലെ മേൽകീഴ് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ മേൽകീഴ് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഴഞ്ചൊല്ലിൽ വർഗവിമർശനപരമായ ഒരു പരിശോധന നടത്താൻ നമ്മളാരും പുറപ്പെടാതിരിക്കാൻ വേണ്ടിയും ഒരു പഴഞ്ചൊല്ലുണ്ടായിട്ടുണ്ട്. അതാണ് പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന പഴഞ്ചൊല്ല്. എന്നാൽ എന്തുകൊണ്ടാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന പഴഞ്ചൊല്ലിന് പകരം കൊക്ക് ക്ലേശിച്ചാൽ കാക്കയാകുമോ എന്നൊരു പഴഞ്ചൊല്ലില്ല? അങ്ങനെയുണ്ടല്ലോ. കൊക്കിന് കാക്കയാകാൻ പറ്റില്ല, കാക്കയ്ക്ക് കൊക്കാകാനും പറ്റില്ല. പക്ഷെ കാക്ക കുളിച്ചാൽ കൊക്കായില്ല എന്നാണ്. അത് KN ചർച്ച ചെയ്യുന്നതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന പഴഞ്ചൊല്ല് എങ്ങനെ രൂപപ്പെട്ടു എന്നിടത്തു നിന്നും കാക്കക്കുളി എന്ന ചൊല്ലിലേക്ക് KN പോകുന്നു, അതും ചർച്ച ചെയ്യുന്നു. അവിടെ നിന്നും കറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തിലേക്ക് പോകുന്നു. അരുന്ധതി റോയിയുടെ പ്രസിദ്ധമായ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്, ചെറുതുകളുടെ തമ്പുരാനെന്നോ മറ്റോ പറഞ്ഞിട്ട് അത് മലയാളത്തിൽ വന്നിട്ടുണ്ട്. മലയാളം വായിക്കാൻ പറ്റിയിട്ടില്ല. അതിൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ, വംശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം കേരളത്തിൽ അനുഭവപ്പെടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് ആ ഗ്രന്ഥത്തിന്റെ, അരുന്ധതിയുടെ ആ പ്രശസ്തമായ കൊണ്ടാടപ്പെട്ട കൃതിയിലെ വളരെ ശ്രദ്ധാർഹമായ നമ്മൾ മനസ്സിലാക്കി ആദരിക്കേണ്ട ഒരു ഭാഗമായി എനിക്ക് തോന്നിയത്, വടക്കേ അമേരിക്കൻ സാഹചര്യത്തിൽ എങ്ങനെ വർണ്ണവിവേചനം പ്രവർത്തിക്കുന്നു എന്ന് ആ കഥയുടെ സ്വാഭാവികമായ വികാസത്തിന്റെ പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ ആ കൃതിയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. KN എനിക്ക് തോന്നുന്നു ഈ സംവാദങ്ങളുടെ ആൽബത്തിലെ ആദ്യത്തെ 3 രചനകൾ ഈ വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. സാമാന്യം വിശദമായി അദ്ദേഹം ഇത് പ്രതിപാദിക്കുന്നു. കറുപ്പ് ഇത്തരത്തിൽ അകറ്റി നിർത്തപ്പെടേണ്ട, ഇകഴ്ത്തേണ്ട, അസ്വീകാര്യമായ ഒരു നിറമാണ് എന്ന് പൊതുവിൽ സ്ഥാപിക്കുന്ന ഒരുപാട് ഭാഷാപ്രയോഗങ്ങൾ തന്നെയുണ്ട്, പഴഞ്ചൊല്ലുകൾ മാത്രമല്ല. അതെല്ലാം ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന ഒരു ദേവസങ്കല്പം, ശ്രീകൃഷ്ണ സങ്കല്പം, ആ ശ്രീകൃഷ്ണ നിറം പ്രഭാവർമ്മ ശ്യാമമാധവം എന്ന രചനയിൽ പരാമർശിച്ചതുപോലെ ഇരുണ്ടതായത്? അത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തുമ്പോഴും കൃത്യമായ വിശദീകരണമൊന്നും നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് സംബന്ധിച്ച് ലഭ്യമായ റഫറൻസുകൾ നടത്തി ഏതാണ്ട് സമഗ്രമായി തന്നെ ഈ വർണ്ണവിവേചനത്തിന്റെ പ്രത്യയശാസ്ത്രം
KN തന്റെ ഗ്രന്ഥത്തിൽ ആദ്യത്തെ 3 ഭാഗങ്ങളിലായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ വില്യം ബ്ലേക്കിന്റെ ഒരു കവിതയെ മുൻനിർത്തിയിട്ടുള്ള ചർച്ച, അതോടൊപ്പം നമ്മൾക്കൊക്കെ ഓർമ്മയുള്ള വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ പ്രസിദ്ധമായ കാക്ക എന്ന രചനയെ മുൻനിർത്തിയിട്ടുള്ള ചർച്ചയുണ്ട്. ആ ചർച്ചയുടെ കാര്യത്തിലാണ് ഒരു സന്ദർഭത്തിൽ വൈലോപ്പിള്ളിയെ കുറിച്ചു അനുഭാവരഹിതമായി KN വിമർശിക്കുന്നുണ്ട്. വൈലോപ്പിള്ളി കാക്കയെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ചീത്തകൾ കൊത്തി വലിക്കുകിലും ഏറ്റവും വൃത്തി വെടിപ്പഴുന്നോൾ. അതുപോലെ തന്നെ വൈലോപ്പിള്ളി എന്ന കവിയുടെ വലിയ മഹത്വം 2 വരികളിൽ വൈലോപ്പിള്ളി ആ കവിതയെ സംഗ്രഹിച്ചിട്ടുണ്ട്. കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യമെന്നറിവുകൾ. സ്നേഹമൊക്കെ ശരി, പക്ഷെ സ്വാതന്ത്ര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന പ്രശ്നമില്ല. അത് കാക്കയുടെ സ്വഭാവമായി മനുഷ്യർ പിന്തുടരേണ്ട ഒരു സമീപനമായിട്ട് വൈലോപ്പിള്ളി ആ രചനയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്നാലും കറുപ്പിനെ സംബന്ധിച്ച് നിഷേധാത്മകമായി നിലനിന്നു പോകുന്ന സങ്കല്പത്തിന്റെ സ്വാധീനവും വൈലോപ്പിള്ളിയുടെ ചില പ്രയോഗങ്ങളിൽ കാണാം എന്നാണ് KNലെ സൂക്ഷ്മദൃക്ക എന്ന രൂപകൻ ഈ പ്രസിദ്ധമായ രചനയെ നിശ്ചിതമായ വിശകലന വിധേയമാക്കിക്കൊണ്ട് കണ്ടെത്തുന്നത് എന്നാണ് ഇതിൻ്റെ പാരായണത്തിൽ എനിക്ക് തോന്നിയത്.